കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കോട്ടയം ജില്ലയിൽ നിന്ന് ലഭിച്ചത് കനത്ത തിരിച്ചടിയാണ്. LDF വളരെ മുന്നേറി പല UDF മണ്ഡലങ്ങളിലും. മാണി ഗ്രൂപ്പ് LDFിലെത്തിയത് LDFന് കോട്ടയം ജില്ലയിൽ ഒരുപാട് ഗുണം ചെയ്തു. ജോസ് കെ മാണിയുടെ ബലത്തിൽ, മാണി ഗ്രൂപ്പിൻ്റെ ബലത്തിൽ LDF മത്സരിച്ചപ്പോൾ പൂഞ്ഞാറടക്കമുള്ള നിയോജക മണ്ഡലങ്ങൾ LDFിനൊപ്പം നിന്നു. എന്തായാലും ഇത്തവണ കോട്ടയത്ത് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ്. കോട്ടയത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. 6 ഇടത്താണ് സ്ഥാനാർത്ഥികളെ ഇപ്പോൾ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയത്ത് 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. പൂഞ്ഞാറാണ് വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അവിടെ BJP സ്ഥാനാർത്ഥിയാകും. LDFന് വേണ്ടി കഴിഞ്ഞ തവണ വിജയിച്ച സെബാസ്റ്റ്യൻ കളത്തിങ്കൽ തന്നെ രംഗത്ത് ഇറങ്ങും. കോൺഗ്രസിൽ ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കുന്നു പൂഞ്ഞാറിൽ. പുതുമുഖമൊന്നുമല്ല, ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വലം കൈയായിരുന്ന PS സലീമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പൂഞ്ഞാറിൽ. PS സലീം വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ്. മുസ്ലിം സമുദായത്തിന് 33,000-ലധികം വോട്ടുകളുള്ള പൂഞ്ഞാറിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ നിർത്തിയാൽ ഈസിയായി ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നു. PS സലീം എരുമേലി പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന്, എരുമേലി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പണ്ട് മത്സരിച്ചിരുന്നു. വലിയ ഭൂരിപക്ഷത്തിലാണ്, 8,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. പിന്നീട് പലപ്പോഴും പൂഞ്ഞാറിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടുവെങ്കിലും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. ഇത്തവണ PS സലീം പൂഞ്ഞാറിൽ UDFന് വേണ്ടി മത്സരിക്കും, കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും. ഇനി ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിൽ KC ജോസഫാണ് സ്ഥാനാർത്ഥി. മുൻ മന്ത്രി KC ജോസഫ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസ് ഇട്ടിരിക്കുന്നത്. KC ജോസഫ് എത്തുന്നതോടുകൂടി ചങ്ങനാശ്ശേരിയിൽ പോരാട്ടം കടുക്കും എന്നുള്ളതും ഉറപ്പായി. ഇനി കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കോൺഗ്രസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വലിയ ഭൂരിപക്ഷത്തിലാണ് രാധാകൃഷ്ണൻ ജയിച്ചത്. ഇത്തവണ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ്. കാഞ്ഞിരപ്പള്ളിയിൽ വിജയിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയാണ്. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കും. ഇനി കോൺഗ്രസിൻ്റെ ബാലികേറാമലയായ, UDFന് എക്കാലവും ബാലികേറാമലയായ വൈക്കമാണ്. വൈക്കം എക്കാലവും ഇടതുപക്ഷത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ജില്ലയാണ്. CPI സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത്. മുൻ CPIയുടെ ശക്തനായ നേതാവായിരുന്ന PS ശ്രീനിവാസൻ്റെ തട്ടകം കൂടിയാണ് വൈക്കം. ആശയാണ് ഇപ്പോൾ അവിടെ MLA. വരുന്ന തെരഞ്ഞെടുപ്പിലും ആശ തന്നെ വൈക്കത്ത് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. വൈക്കത്ത് UDFന് വേണ്ടി മത്സരിക്കുന്നത് യുവ നേതാവ് അഡ്വക്കേറ്റ് ശിവരാമനാണ്. സംവരണ മണ്ഡലമാണ് വൈക്കം. അവിടെ അഡ്വക്കേറ്റ് ശിവരാമൻ മത്സരിക്കും. ഇനി ഏറ്റുമാനൂരാണ്. മന്ത്രി VN വാസവൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഏറ്റുമാനൂർ. ആ ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷോ ജോസഫ് വാഴക്കിനോ മത്സരിക്കും. ഈ 2 പേരിൽ ഒരാളാണ് VN വാസവൻ്റെ മണ്ഡലമായ ഏറ്റുമാനൂരിൽ മത്സരിക്കുന്നത്. എന്തായാലും ഈ മണ്ഡലങ്ങളിലെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പൂഞ്ഞാറിൽ PS സലീം സ്ഥാനാർത്ഥിയായാൽ അവിടെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിക്കും. ചങ്ങനാശ്ശേരിയിൽ KC ജോസഫ് എത്തിയാൽ അവിടെയും ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കും. അതുപോലെ കോട്ടയത്ത് ഇതുവരെയും സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. കോട്ടയം നിയോജക മണ്ഡലം ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പക്ഷേ കോട്ടയത്ത് ആരാകും സ്ഥാനാർത്ഥി എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. CPMൽ നിന്ന് മാറി നിൽക്കുന്ന സുരേഷ് കുറുപ്പിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു.
പക്ഷേ സുരേഷ് കുറുപ്പ് അതിനോട് അനുകൂലമായ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സുരേഷ് കുറുപ്പ് മത്സരിച്ചാൽ കോട്ടയത്ത് വലിയൊരു വിജയം നേടാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. പക്ഷേ സുരേഷ് കുറുപ്പ് മനസ്സ് തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് ഇതുവരയ്ക്കും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. വൈക്കം തുടങ്ങിയ സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി എക്കാലവും ഉണ്ടാകാറുണ്ട്. സംവരണ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ കോൺഗ്രസ് പലപ്പോഴും മറന്നുപോവുകയല്ല, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വൈക്കം പോലെയുള്ള സംവരണ മണ്ഡലങ്ങളിൽ ഒരു പോരാട്ടം നടത്താൻ പോലും കോൺഗ്രസിന് കഴിയാത്തത്. സംവരണ മണ്ഡലങ്ങളിലെല്ലാം LDFിൻ്റെ ആധിപത്യമാണ് കാണുന്നത്. ഇത്തവണ കോട്ടയം ജില്ലയിൽ തീപാറുന്ന പോരാട്ടം നടക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ മണ്ഡലങ്ങളിൽ അവിടെയൊക്കെ ത്രികോണ മത്സരം തന്നെ നടക്കും. പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും BJP നോട്ടമിടുന്ന മണ്ഡലങ്ങളാണ്. BJP ആ മണ്ഡലങ്ങളിൽ വളരെ ശ്രദ്ധിച്ചുള്ള പ്രവർത്തനം നടത്തുന്നു. ഇതിൽ പൂഞ്ഞാർ BJP വിജയിക്കുമെന്ന് കരുതുന്ന മണ്ഡലമാണ്. ഷോൺ ജോർജിലൂടെ കോട്ടയം ജില്ലയിൽ താമര വിരിയിക്കാൻ കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും കോട്ടയത്ത് പല ജില്ലകളിലും ഇത്തവണ ത്രികോണ പോരാട്ടം നടക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ 3 മണ്ഡലങ്ങൾ പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി ഇവിടെയൊക്കെ ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയായി മാറും. ശക്തമായ ത്രികോണ മത്സരം തന്നെ ഇവിടെയൊക്കെ നടക്കും. എന്തായാലും കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് പഴയ പ്രതാപം വീണ്ടെടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ജോസ് കെ മാണി LDFിലേക്ക് പോയതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരടിയായി കോൺഗ്രസിന് മാറിയത്, UDFിന് മാറിയത്. ജോസ് കെ മാണിയുടെ ശക്തി തിരിച്ചറിയുന്നതിൽ UDF പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ജോസ് കെ മാണിയുടെ കരുത്ത്, ജോസ് കെ മാണിയുടെ ജനപിന്തുണ ഇതൊന്നും തിരിച്ചറിയാൻ അന്നത്തെ UDFിന് കഴിഞ്ഞില്ല. ജോസ് കെ മാണി തിരികെ UDFിലേക്ക് എത്തും എന്നൊക്കെ വാർത്തകൾ ഉണ്ടായെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് സമകാലിക സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് തീവാറുന്ന പോരാട്ടത്തിന് അരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞു. കോട്ടയത്ത് തീപാറുന്ന പോരാട്ടം, തീപാറുന്ന ത്രികോണ പോരാട്ടം പല മണ്ഡലങ്ങളിലും നടക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ തീപാറുന്ന പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പോഴേ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് കോൺഗ്രസ്.